ഇപ്പോ കൊച്ചിയില്, ഇതിനു മുമ്പ് ചെന്നൈയില്, അതിനു മുമ്പ് തൃശ്ശൂരായിരുന്നു. അതായത് ഞങ്ങളുടെ നാട്ടില്, നമ്മുടെ നാട്ടുകാര്. അതെ, തൃശ്ശൂർ അനുഭവങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലെ ഒരു മ്യൂസിക്കിനോടും കലയോടും ഒരു പ്രത്യേക അടുപ്പം തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ വാദിക്കും. സത്യമാണ്. അതെ, സാംസ്കാരിക നഗരം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടാലന്റ്സ് നമ്മുടെ ഈ ഫീൽഡിലെ കൊണ്ട് വരുന്നത് തൃശ്ശൂർ എനിക്ക് തോന്നുന്നു. അതെ, ഈ തൃശ്ശൂരിൽ കിടന്ന് കളിക്കുന്ന സമയത്ത്, മണ്ണുത്തി ഭാഗത്ത് ഇങ്ങനെ വട്ടം കറങ്ങുന്ന സമയത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടായി ലൈഫില്. എന്താണത്? പറയൂ, തുറന്നു പറഞ്ഞോളൂ. അത് വേറൊന്നല്ല, ഒരു ഡാൻസർ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒളിഞ്ഞൊന്നും കിടക്കുന്നില്ല. അന്നൊരു ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയ ലൈക് ഭരതനാട്യം പഠിക്കാൻ. ആ ടൈം പാസ് എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ വീടിന്റെ അടുത്തൊരു ടീച്ചർ ഒരു ഭരതനാട്യം സ്കൂളിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പം ഞാനും എൻ്റെ നെയ്ബറും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്താലോ, രസമല്ലേ എന്ന് പറഞ്ഞ് ഒരു ടൈം പാസിന് ജോയിൻ ചെയ്തതാണ്. പിന്നെ അത് കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര കാര്യമായി. അങ്ങനെ അവസാനം അരങ്ങേറ്റത്തോടു കൂടി നിർത്തി. ഡാൻസ് അതോടെ നിർത്തി. അതിനുള്ള കാരണം ഒരു എന്താ പറയാ, ആക്ച്വലി അരങ്ങേറ്റത്തിന് നമ്മള് തലേ ദിവസം, അന്നത്തെ ദിവസമാണ് ഈ അതിന്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ റെന്റ് എടുക്കുകയാണ്. ഗുരുവായൂർ അന്നത്തെ ദിവസമാണ് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ സിനിമ ആക്ടർ വിനീതൊക്കെ ഇടുന്ന പോലെ ഒരു പടച്ചട്ട പോലത്തെ വേഷമൊക്കെ ഇട്ട് ആയിരിക്കും ഡാൻസ് ചെയ്യുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പം നമുക്കൊരു പാന്റും 2 മാലയും മാത്രമായിട്ട് തന്നു. അപ്പം പെട്ടെന്ന് ഞാനൊന്ന് ഭയങ്കര മെലിഞ്ഞിട്ടാ. പെട്ടെന്ന് എന്റെ ഫുൾ കോൺഫിഡൻസ്, ഞാൻ ഒട്ടും അമ്പലത്തിൽ പോയാൽ പോലും ഷർട്ട് വരാൻ പഠിച്ചിട്ട് അമ്പലത്തിൽ പോകാതിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാള് ഇത്രയും പേരുടെ മുമ്പിൽ ഷർട്ട് ഇല്ലാതെ മാലയൊക്കെ മാത്രം ഇട്ട് ഡാൻസ് ചെയ്തത് ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു. ആ ഡാൻസ് അങ്ങനെ അതോടെ കോളമായിപ്പോയി. അലാരിപ്പ് എന്താന്ന് ഓർമ്മയുണ്ടോ? അലാരിപ്പ് ജതിസ്വരം അതൊക്കെ പഠിച്ചിരുന്നതാണ്. മ്യൂസിക് ഉള്ളതുകൊണ്ട് പിന്നെ ഡെഫിനറ്റ്ലി അത് മറക്കാനും പറ്റില്ല. ഡാൻസ് ഇനി വേണമെങ്കിൽ പൊടി തട്ടി എടുക്കാം. അത് നമ്മൾ ദേവാസുരം സിനിമയിലെ ചെലങ്ക വലിച്ചെറിയുന്ന പോലെ ഒരിക്കലും എടോ വരേ. അതെ, ആ സീനാണ് ശരിക്കും. സ്റ്റാറിംഗ് പൗർണമി പറഞ്ഞപ്പോഴാണ് അതില് അത് എന്താ പറയാ, ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരു മൂവിയാണ്. അതെ, അതിൽ കുറെ നല്ല പാട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ വായിച്ചറിഞ്ഞു. കേട്ടില്ല. ഒരു മ്യൂസിക്കൽ, ഹൈലി മ്യൂസിക്കൽ മൂവിയായിരുന്നു. തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയില് ജീവാംശമായി ഒരു പ്രണയഗാനം. അത് മാത്രമല്ല, അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ പടത്തിന് മുമ്പ് അങ്ങനെ ഒരു ആ സോങ് ഒന്നും അല്ല ആ പടത്തിന്റെ, പടം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മൂവിയാണ്. സ്റ്റാറിംഗ് പൗർണമി അങ്ങനെ ആയിരുന്നില്ല. ഹൈലി മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു മൂവി വിത്ത് 4 to 5 സോങ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ പ്രൊജക്ട് ആയിരുന്നു. അപ്പം നല്ല രസമുള്ള ഇന്ന് നമുക്ക് തോന്നുന്ന കുറെ പാട്ടുകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഷൂട്ട് ഒരു 80% കഴിഞ്ഞതിന് ശേഷം നിന്നുപോയി. My star. Starring പൗർണമി. ആ പാട്ടിനെ ഇപ്പൊ റീയൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്? ആക്ച്വലി പറ്റും. പക്ഷേ അത് വളരെ സിറ്റുവേഷണൽ ആയിട്ട് ചെയ്ത പാട്ടായതുകൊണ്ട് ആ സിറ്റുവേഷൻ മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും. പിന്നെ എനിക്ക് വേറൊരു കാര്യം വെച്ചാൽ നമ്മളതുമായിട്ട് ഭയങ്കര, ആ പാട്ടും അതിന്റെ വരികളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അത് മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് വരികളെല്ലാം മാറ്റി പുതിയ ആ ട്യൂൺ മാത്രം ചിലപ്പോൾ നമുക്ക് മനസ്സിന് ചിലപ്പോൾ അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ലൈൻ പാടിയാൽ അതിലും കൂടുതൽ സന്തോഷമാവും. തീർച്ചയായിട്ടും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ചതോന്നും പൊൻപീലിയായി വളർന്നീതാ. അടിപൊളി. താങ്ക് യു സോ മച്ച് കൈലാഷ്. ഇനിയും നല്ല നല്ല പ്രൊജക്ട്സ് ഉണ്ടാവട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായിട്ട് മാറട്ടെ. ആത്മാർത്ഥമായ ആശംസകൾ.